ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്നല്ലേ? വായോ. നമുക്ക് കുറച്ച് പഴുത്ത ചക്കച്ചുളകൾ കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ആദ്യം തന്നെ ഇതിൻ്റെ കുരുവെല്ലാം മാറ്റി അതിനെ ചുളകളാക്കി മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ലേശം വെള്ളമൊഴിച്ച് നമുക്കിതിനെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയിട്ട് ലേശം ബൂസ്റ്റാണ് ചേർക്കുന്നത്. ചക്കപ്പഴത്തിൽ നല്ല മധുരമുള്ളത് കൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല. പഞ്ചസാര ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നന്നായി തന്നെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇത് ചക്കപ്പഴത്തിൻ്റെ രുചിയും കാണും, ബൂസ്റ്റിൻ്റെ രുചിയും കാണും. അങ്ങനെ നല്ലൊരു ഫ്ലേവറിലാണ് നമുക്കിത് കിട്ടുന്നത്. അരച്ചെടുത്ത് ഈ കൂട്ടിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. അതിനു മുൻപ് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് മാവ് എടുക്കുക. അതേ അളവിൽ തന്നെ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമുക്ക് പൊടിച്ച ഏലക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചുണ്ടാക്കുന്നത് കൊണ്ട് ഒരു 5 ഏലക്ക മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി എല്ലായിടത്തും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാഴയില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നെയ്യ് പുരട്ടി നമ്മുടെ കൂട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൽ വെച്ച് ഇലയിലേക്ക് നന്നായി തന്നെ പരത്തി കൊടുക്കാം. നമുക്ക് 4 ഇലയപ്പത്തിനുള്ള കൂട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 4 ഇലയപ്പം ഉണ്ടാക്കുവാൻ പോവുകയാണ്. ഇതിന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനെ അതിലേക്ക് വെച്ച് കൊടുക്കാം. 4 എണ്ണം 4 രീതിയിൽ വെച്ച് കൊടുക്കാം.
വയ്ക്കാം. നല്ല ആവി വന്ന് വേകുമ്പോൾ നമുക്ക് ഇത് എടുക്കാം. അങ്ങനെ നമ്മുടെ ഇലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. വളരെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ചെയ്യണം. അങ്ങനെ നമ്മുടെ ചക്ക കൊണ്ടുള്ള ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ സോഫ്റ്റും നല്ല രുചിയുമായി പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.